പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും മക്കയിൽ നിന്ന് സർവ്വതും ഉപേക്ഷിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സംഭവമാണ് ഹിജ്റ. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഹിജ്റ വർഷം നിലവിൽ നമ്മൾ നോക്കിക്കാണുന്നത്. ഈ മുഹറം 1 ഹിജ്റ വർഷം 1448 തുടങ്ങുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷമാണ്. ഇന്ന് മുഹറം 4 നാം മുഹറം 4-ാം ദിവസം നിൽക്കുമ്പോൾ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ ഹിജ്റ വർഷം ഒരു ആത്മസമർപ്പണത്തിന്റെ കൂടി, ഒരു സകലതും ഉപേക്ഷിച്ച് സകല ത്യാഗവും വെടിഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചവരെ മുഹാജിറുകളെന്നും അവരെ മദീനയിൽ സഹായിച്ചവർ, സ്വീകരിച്ചവരെ അൻസാരികളെന്നും നാം പറയുന്നു. ഹദീസ് സൂറത്തിൽ നമുക്ക് കാണാം, മുഹാജിറുകളുടെ സഹായിച്ചവരും അതിനു മുമ്പേ മുഹാജിറുകളെ സ്വീകരിക്കാൻ വേണ്ടി അൻസാരികൾ വീടുകൾ തയ്യാറാക്കി, വല്ലദീന തബഅഉദ്ദാറവൽ ഈമാന മിൻ ഖബ്ലിഹിം വയുബ്ബൂന അലാ ഹാജറ, അവര് വയൂസിറൂന അലാ അൻഫുസിഹിം, അവർക്ക് വേണ്ടിയിട്ട് സകലമാന കാര്യങ്ങളും വെടിയുകയും സ്വന്തം സ്വാർത്ഥത മാറ്റി അവരോട് ഒരു ഭയങ്കരമായ ഒരു ഇഷ്ടത്തോടെ കൂടിയാണ് അവർ സ്വീകരിച്ചത്. ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഈ ഹിജ്റ റസൂൽ പാരായണം ചെയ്യുക ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു. അത് അള്ളാഹു വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ മദീനയിലെത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഹൂദന്മാര് മുഹറം 9-10 നോമ്പെടുക്കുന്നത് മനസ്സിലാക്കി. അവരുടെ കാര്യം അന്വേഷിക്കുകയും അവർ പറയുന്ന ഇന്ന് മൂസാ നബിയെയും കൂട്ടരെയും ഫിറഔന്റെ ചെയ്തികളിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചെടുത്ത ദിവസം, അതിന്റെ ഓർമ്മക്കാണ് നമ്മളത് നോമ്പെടുക്കുന്നത് എന്ന് റസൂല് ഉടനെ തന്നെ പറയുകയാണ്. മൂസാ നബിയോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കേണ്ടവർ നമ്മളാണ്, അടുത്ത് നിൽക്കേണ്ടത് നമ്മൾ. അപ്പൊ നമ്മളും ആ നോമ്പെടുക്കുകയാണ് എന്ന് റസൂല് പറയുകയുണ്ടായി. മാത്രമല്ല, കുറച്ച് കഴിഞ്ഞിട്ടോ അറിയില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ അനുയായികളോട് പറയാണ്, മുഹറം 10 മാത്രമല്ല, മുഹറം 10 യഹൂദന്മാർ നോമ്പെടുക്കുന്നുണ്ട്. നമുക്ക് യഹൂദന്മാരുമായിട്ട് ഒരു തരത്തിലും യോജിച്ച് സാദൃശ്യം വരാൻ പാടില്ല. അവർ മുഹറം 10 എടുക്കുകയാണെങ്കിൽ നമ്മൾ മുഹറം 9-നും 10-നും കൂടി എടുക്കണമെന്ന് റസൂൽ കൽപ്പിക്കുകയുണ്ടായി. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷം മുഹറം 9 ആവുന്നതിന് മുമ്പ് മരണപ്പെടുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ റസൂലിന്റെ ആ കൽപ്പന അനുയായികൾ അതുപോലെ പാലിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളും മുഹറം 10 നോമ്പെടുക്കുന്നതോടൊപ്പം മുഹറത്തിന്റെ അള്ളാഹുവിന്റെ മാസം ഷഹറുർ റഹ്മാൻ എന്നാണ് മുഹറത്തിനെ കുറിച്ച് പറയുന്നത്. റജബിനെയും അങ്ങനെ പറഞ്ഞതായിട്ടുണ്ട്. അപ്പൊ മുഹറം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് കൽപ്പിച്ചതുപോലെ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് അനുഷ്ഠിക്കുകയും ഈ ഹിജ്റയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് നല്ല മുഅ്മിനീങ്ങളെ ജീവിക്കാൻ ഞാൻ എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ഓർമ്മ ഇസ്ലാം.